പിണറായി വിജയൻ കൂടി സംഘത്തിൻ്റെ കൂടെ ചേരുന്നു എന്നതാണ് നമ്മൾ കാണുന്ന യാഥാർത്ഥ്യം. അത്രേ ഉള്ളൂ. മലപ്പുറം കുഴപ്പമാണ്. മൊത്തം കള്ളക്കടത്തും മലപ്പുറത്താണ്. ഗുജറാത്തിലോ മ്യാൻമാർ അതിർത്തി വഴിയോ വരുന്നത് മുഴുവൻ മലപ്പുറത്തൂടാണ്. രാജ്യവിരുദ്ധ ശക്തികൾ. ഈ പ്രയോഗമൊക്കെ ആരുടേതാണ്? അമിതമായ അതിദേശീയതാവാദം, അത് കഴിഞ്ഞിട്ടുള്ള സകലത്തിലും കാണുന്ന രാജ്യവിരുദ്ധത, ഇതൊക്കെ ആരുടെ ടെർമിനോളജീസാണ്? ആരുടെ പ്രയോഗമാണ്? ഒരു തെളിവുമില്ലാത്ത സകലത്തിനും രാജ്യവിരുദ്ധത ആരോപിക്കുക. ഒരാളുടെ പേര് കണ്ടാൽ അയാളുടെ മേൽ രാജ്യവിരുദ്ധത ആരോപിക്കുക. അയാൾ വരുന്ന സ്ഥലം നോക്കിയിട്ട് രാജ്യവിരുദ്ധത ആരോപിക്കുക. ഇത് ആരുടേതാണ്? കേരളത്തിൻ്റെ അടി പുകച്ച് കളയുന്ന ഒരു വിഷം എടുത്ത് പിണറായി വിജയൻ പ്രയോഗിക്കുകയാണ്. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർച്ചിൻ്റെ PB അംഗമാണ് എന്ന് പറയപ്പെടുന്നു. ഒരു തെളിവുമില്ലാതെ മലപ്പുറത്തെ മാത്രം കണക്കെടുത്ത് മുന്നിൽ വെച്ച് അത് തീവ്രവാദത്തിനാണ്. ഇപ്പോൾ തിരുവനന്തപുരത്തെ സ്വർണം തീവ്രവാദത്തിനാണ്, രാജ്യരക്ഷയ്ക്കെതിരായിട്ടാണെന്ന് പറഞ്ഞാൽ കൺവിൻസിങ് ആവില്ല, ആളുകൾക്ക് ഡൈജസ്റ്റിംഗ് ആവില്ല എന്ന് പിണറായി വിജയൻ തന്നെ അറിയാം. അപ്പോൾ പിണറായി വിജയൻ വളരെ പെട്ടെന്നൊരു കോംബോ ഉണ്ടാക്കിയെടുക്കുന്നു. ആ കോംബോ എടുത്ത് മുന്നിലേക്ക് വെക്കുകയാണ്. നാളെ ഇതെവിടെയാണ് വരിക? ഇന്നിപ്പോൾ ഏതൊക്കെ വെബ്സൈറ്റുകളാണ് പ്രാധാന്യത്തോടെ വന്നിരിക്കുന്നത്? ഇതാ സത്യം പുറത്ത് വന്നിരിക്കുന്നു. നാളെ എവിടെയൊക്കെ വരും? നാളെ ആരാണിത് ഏറ്റെടുക്കുക? അന്നത്തെ ആദ്യത്തെ വാർത്താ സമ്മേളനം ഏറ്റെടുത്ത് ആരാണ്? ഹിന്ദു ഐക്യവേദി നേതാവ്, അവരുടെ പത്രം, ഇതിലൊക്കെയാണ് വന്നത്. PV അൻവറിന് ആരുമായിട്ട് ബന്ധമുണ്ട്, സ്വർണ്ണക്കള്ളക്കടത്ത് സംഘങ്ങളുമായി ബന്ധമുണ്ട്. അൻവർ സ്വർണ്ണക്കള്ളക്കടത്ത് സംഘങ്ങളുടെ പ്രതിനിധിയായി സംസാരിക്കുന്നു. അസ്വസ്ഥരായ മാഫിയ സംഘങ്ങളുടെ റെപ്രസെൻറ്റേറ്റീവാണ് അദ്ദേഹം എന്നാണ് പാർട്ടിയും പാർട്ടിയുടെ അണികളും സൈബർ സ്പേസും മുഖ്യമന്ത്രിയും ഒക്കെ പറയാൻ ശ്രമിക്കുന്നത്. അത്രയൊക്കെ പറഞ്ഞോളൂ. പക്ഷേ അൻവർ ഉന്നയിച്ച മൗലികമായ പ്രശ്നം അവിടെ ഉണ്ട്. എന്ന് വെച്ചാൽ, ഒരാൾ കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നു, 1-2 കിലോമീറ്റർ സഞ്ചരിക്കുന്നു, ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു, പോലീസ് കൃത്യമായുള്ള പുറകെ വരുന്നു, കയ്യിലുള്ള സ്വർണ്ണം എടുക്കാൻ പറയുന്നു. അതെങ്ങനെയാണ് പോലീസിന് പറ്റുന്നത്? അതാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. എന്ന് വെച്ചാൽ, അകത്തുള്ള കസ്റ്റംസിലുള്ള സ്കാനറിൽ അവർക്ക് കിട്ടുന്ന വിവരം പുറത്തേക്ക് കൊടുക്കുന്നു, ഒരു പ്രത്യേക കേന്ദ്രത്തിന് കൊടുക്കുന്നു, പോലീസിലെ. ആ പോലീസിലെ സംഘം അവിടെ പോകുന്നു, ആളുകളെ തെരഞ്ഞു പിടിക്കുന്നു. എത്ര ആയിരം മനുഷ്യർ ഒരു ദിവസം പുറത്തേക്ക് വരുന്നു? എല്ലാവരെയും പോലീസ് ചെക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല. കൃത്യമായ ഇൻഫർമേഷൻ അകത്തുനിന്ന് കിട്ടുന്നു, അവർ ചെക്ക് ചെയ്യുന്നു, ആ പൈസ ആ സ്വർണം കണ്ടെടുക്കുന്നു. അതിൽ നിന്നൊരു ഭാഗം പോലീസ് പൊട്ടിക്കുന്നു, അത് ഉരുക്കുന്ന തട്ടാൻ 20 കോടിയുടെ വീടുണ്ടാക്കുന്നു. നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് ഈ ചോദ്യം. ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ പിണറായി വിജയനെ കൊണ്ട് പറ്റുന്നില്ല, മുഖ്യമന്ത്രിയെ കൊണ്ട് പറ്റുന്നില്ല. അൻവറിനെ തീവ്രവാദിയാക്കിക്കോളൂ, അൻവറിനെ സ്വർണം പൊട്ടിക്കൽ സംഘങ്ങളുടെ പ്രതിനിധി ആയിക്കോളൂ. ഓക്കെ, ആക്കി കഴിഞ്ഞല്ലോ. ആക്കി കഴിഞ്ഞ് മാറ്റി എടുത്തിട്ട് ഈ ചോദ്യത്തിനുള്ള ഉത്തരം പറയണം. ഇതെവിടെ നിന്നാണ് ഈ പരിപാടി നടക്കുന്നത് എന്ന്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ പോലീസിൻ്റെ കിട്ടുന്നതിൻ്റെ കണക്ക് വായിക്കുമ്പോൾ ബാക്കി എല്ലായിടത്തും കിട്ടുന്നതിൻ്റെ കണക്ക് പറയണ്ടേ? ഈ മലപ്പുറത്ത് നിന്ന് കിട്ടുന്ന, മലപ്പുറത്ത് കൊണ്ടുവരുന്ന കിട്ടുന്ന മലപ്പുറത്തെ എയർപോർട്ടിൽ നിന്ന് കിട്ടുന്നത് മാത്രമാണോ ഇന്ത്യയിലെ തീവ്രവാദത്തിന് ഉപയോഗിക്കുന്നത്? അതോ മറ്റ് എയർപോർട്ടുകളിൽ പിടിക്കുന്നതും തീവ്രവാദത്തിന് ഉപയോഗിക്കുന്നുണ്ടോ? അത് വ്യക്തത വരുത്തേണ്ട കാര്യമാണ്. ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ, തിരുവനന്തപുരത്ത് നിന്ന് സ്വപ്ന സുരേഷിൻ്റെ നേതൃത്വത്തിൽ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തി പല കൺസൈൻമെൻറ്റുകൾ കൊണ്ടുവന്നു. ഇവിടെ കിലോ കണക്കിന് സ്വർണം കൊണ്ടുവന്നു. ആ സ്വർണം എന്തിനു കൊണ്ടുവന്നതാണ് എന്ന കാര്യത്തിൽ നിലപാടുണ്ടോ? എന്ന് മാത്രമല്ല, ആ സ്വർണം ആർക്ക് കൊണ്ടുവന്നതാണ് എന്ന നിലയ്ക്ക് വല്ല ഇൻഫർമേഷനും കേരളത്തോട് പങ്കുവയ്ക്കാൻ മുഖ്യമന്ത്രിക്കുണ്ടോ? കിലോ കണക്കിന് സ്വർണം വന്നു. ഈ സ്വർണം വന്നത് ആർക്കാണെന്ന് അറിയാത്ത ആരെങ്കിലും ഈ നാട്ടിലുണ്ടോ? മുഖ്യമന്ത്രി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇത് കൊണ്ടുവന്ന ഇന്ന വ്യവസായിക്കാണ്, ആ വ്യവസായിയെ സംരക്ഷിക്കുന്ന ഒരു പ്രത്യേക സംഘമുണ്ട്, അവരാരാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. എന്തുകൊണ്ട് ആ സംഘപരിവാറിൻ്റെ BJPയുടെ ഏജൻസികൾ മുഴുവൻ കുമിഞ്ഞു കിടന്ന് അന്വേഷിച്ചിട്ടും അവരിതിൻ്റെ ആർക്കാണ് കൊണ്ടുവന്നതിലേക്ക് എത്താത്തതെന്താണ്? അവർക്ക് താല്പര്യമുള്ള കേന്ദ്രങ്ങളിലേക്കാണ് ഈ സ്വർണം മുഴുവൻ വന്നത്. അത് വിളിച്ചു പറയാൻ ഇവിടെ CPM ഇല്ല, അത് വിളിച്ചു പറയാൻ ഇവിടെ മുഖ്യമന്ത്രിയോ സർക്കാരോ ഇല്ല. ആർക്കാണ് സ്വർണം കൊണ്ടുവന്ന് പറയുന്നതല്ലാതെ ആർക്കാണ് ആ സ്വർണം വന്നതെന്ന് അറിയാത്തവരാണോ ഇവിടുത്തെ സർക്കാർ? ആ കൊണ്ടുവന്നിരിക്കുന്ന സ്വർണം ഇന്ന ആളുകൾക്ക് വേണ്ടിയാണെന്ന് സർക്കാർ വല്ലതും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? അതേസമയം ഒരു തെളിവുമില്ലാതെ മലപ്പുറത്തെ മാത്രം കണക്കെടുത്ത് മുന്നിൽ വെച്ച് അത് തീവ്രവാദത്തിനാണ്. ഇപ്പോൾ തിരുവനന്തപുരത്തെ സ്വർണം തീവ്രവാദത്തിനാണ്, രാജ്യരക്ഷയ്ക്കെതിരായിട്ടാണെന്ന് പറഞ്ഞാൽ കൺവിൻസിങ് ആവില്ല, ആളുകൾക്ക് ഡൈജസ്റ്റിംഗ് ആവില്ല എന്ന് പിണറായി വിജയൻ തന്നെ അറിയാം. അപ്പോൾ പിണറായി വിജയൻ വളരെ പെട്ടെന്നൊരു കോംബോ ഉണ്ടാക്കിയെടുക്കുന്നു, ആ കോംബോ എടുത്ത് മുന്നിലേക്ക് വെക്കുകയാണ്. നാളെ ഇതെവിടെയാണ് വരിക? ഇന്നിപ്പോൾ ഏതൊക്കെ വെബ്സൈറ്റുകളാണ് പ്രാധാന്യത്തോടെ വന്നിരിക്കുന്നത്? ഇതാ സത്യം പുറത്ത് വന്നിരിക്കുന്നു. നാളെ എവിടെയൊക്കെ വരും? നാളെ ആരാണിത് ഏറ്റെടുക്കുക? അന്നത്തെ ആദ്യത്തെ വാർത്താ സമ്മേളനം ഏറ്റെടുത്ത് ആരാണ്? ഹിന്ദു ഐക്യവേദി നേതാവ്, അവരുടെ പത്രം, ഇതിലൊക്കെയാണ് വന്നത്. അപ്പോൾ ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ വളരെ വ്യക്തമാണ്. നിർഭാഗ്യമെന്ന് പറയട്ടെ, നമ്മുടെ സൊസൈറ്റിക്കകത്ത് മൊത്തത്തിലൊരു റൈറ്റ് വിങ് അന്തരീക്ഷമുണ്ട്. ഇതൊക്കെ വളരെ പെട്ടെന്ന് വിശ്വസിക്കുകയും ഇതൊക്കെ മുഴുവൻ ശരിയാണ്, മലപ്പുറത്ത് മുഴുവൻ ഈ പറഞ്ഞത് വലിയ തോതിലുള്ള ഡസൻ കണക്കിന് കിലോ കണക്കിന് സ്വർണം കൊണ്ട് മറിച്ചുകൊണ്ടിരിക്കുകയാണ്, വേറെ എവിടെയും ഇതൊന്നും നടക്കുന്നില്ല എന്ന് വിചാരിക്കുന്ന ഒരു സൊസൈറ്റി ഇവിടെ ഉണ്ട്. ആ നിലയ്ക്കൂടെ വലിയൊരു പ്രചരണം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പ്രചരണത്തിന് പ്രധാനമായിട്ട് നേതൃത്വം കൊടുക്കുന്ന സംഘപരിവാരാണ്. അതിൻ്റെ കൂടെ കേരളത്തിൻ്റെ ഭരണകൂടവും കൂടെ കൂടിക്കൊടുക്കുകയാണ്. എന്ന് വെച്ചാൽ നൈമിഷികമായ ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയെ മറികടക്കാൻ കേരളത്തിൻ്റെ അടി പുകച്ച് കളയുന്ന ഒരു വിഷം എടുത്ത് പിണറായി വിജയൻ പ്രയോഗിക്കുകയാണ്. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർച്ചിൻ്റെ PB അംഗമാണ് എന്ന് പറയപ്പെടുന്നു. അദ്ദേഹം ഇറസ്പോൺസിബിളായി ഇടപെടുന്നത് നമ്മൾ കാണാം. എന്നിട്ട്
ഇപ്പോഴും RSSൻ്റെ ആളുകൾ നിങ്ങളുടെ ഭരണകൂടത്തിൽ പ്രധാനപ്പെട്ട കസേരയിൽ ഇരിക്കുന്നത് എന്തേ എന്ന ചോദ്യത്തിന് ഉത്തരം പറയാതെ ചോദ്യം ചോദിക്കുന്ന മനുഷ്യരെ തീവ്രവാദത്തിൻ്റെ ചാപ്പയടിച്ചാൽ രക്ഷപ്പെടാൻ പറ്റും. രക്ഷപ്പെടാൻ കഴിയുന്ന അന്തരീക്ഷമാണ് കേരളത്തിലും ഇന്ത്യയിൽ എല്ലായിടത്തും ഉള്ളത്. അത് നമ്മുടെ ദൗർഭാഗ്യം. പക്ഷേ അതെടുത്ത് ഉപയോഗിച്ചിട്ട് എത്ര ദൂരം മുന്നോട്ട് പോകാൻ കഴിയും എന്നതിനെക്കുറിച്ചാണ് ആലോചിക്കേണ്ട കാര്യം. അപ്പോൾ അതിനകത്ത് വളരെ സ്പഷ്ടമായൊരു സംഗതിയുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഉന്നയിക്കപ്പെടുന്ന ആരോപണം അദ്ദേഹത്തിന് ദേശീയ സർക്കാരിലെ കക്ഷിയുമായി ബന്ധമുണ്ട്. ആ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഈ നിലയ്ക്കുള്ള പല നീക്കുപോക്കുകളും നടത്തുന്നതെന്ന്. അത് വിശ്വസിക്കുന്നവരുണ്ട്, വിശ്വസിക്കാത്തവരുമുണ്ട്. കേരളത്തിൽ ആരും അത് വിശ്വസിക്കില്ല എന്നാണ് മുഖ്യമന്ത്രി കോൺഫറൻസിൽ. അങ്ങനെയല്ല, ആ സംശയം വളരെ സീരിയസ് ആയി കൊണ്ടു നടക്കുന്ന മനുഷ്യരുണ്ട്. കാരണം എന്തുകൊണ്ടാണത്? അതിപ്പോഴും എന്തുകൊണ്ട് ഈ സംഭവങ്ങളെ ഡീകോഡ് ചെയ്യാനും വിശദമാക്കാനും സർക്കാരിന് കഴിയാത്തത് കൊണ്ടാണ് ആ സംശയം ആൾക്കാരുടെ മനസ്സിലുള്ളത്. ആ സംശയത്തെ അങ്ങേയറ്റം ഊട്ടി ഉറപ്പിക്കുന്ന ഒന്നാണ്. സംഘപരിവാറിന് പണിയെടുക്കാൻ പോലീസിനെ വിട്ടുകൊടുക്കുന്നു മാത്രമല്ല, സംഘപരിവാറിന് വളരാൻ കഴിയുന്ന സാമൂഹ്യ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൽ പ്രധാന ആളായിട്ട് മുന്നിൽ കയറി നിൽക്കാൻ പിണറായി വിജയൻ. മലപ്പുറം കുഴപ്പമാണ്, മൊത്തം കള്ളക്കടത്തും മലപ്പുറത്താണ്. ഗുജറാത്തിലോ മ്യാൻമാർ അതിർത്തി വഴിയോ അല്ല, വരുന്നത് മുഴുവൻ മലപ്പുറത്തിലാണ്. രാജ്യവിരുദ്ധ ശക്തികൾ, ഈ പ്രയോഗമൊക്കെ ആരുടേതാണ്? അമിതമായ അതിദേശീയതാവാദം, അത് കഴിഞ്ഞിട്ടുള്ള സകലത്തിലും കാണുന്ന രാജ്യവിരുദ്ധത, ഇതൊക്കെ ആരുടെ ടെർമിനോളജീസാണ്, ആരുടെ പ്രയോഗമാണ്? ഒരു തെളിവുമില്ലാത്ത സകലത്തിനും രാജ്യവിരുദ്ധത ആരോപിക്കുക. ഒരാളുടെ പേര് കണ്ടാൽ അയാളുടെ മേൽ രാജ്യവിരുദ്ധത ആരോപിക്കുക. അയാൾ വരുന്ന സ്ഥലം നോക്കിയിട്ട് രാജ്യവിരുദ്ധത ആരോപിക്കുക. ഇത് ആരുടേതാണ്? ഈ PV അൻവർ എന്ന് പറയുന്ന മനുഷ്യൻ കള്ളക്കടത്തുകാരുടെ പ്രതിനിധിയാണെന്നും ആ പണം അത് ആ കള്ളക്കടത്തുകാർ രാജ്യവിരുദ്ധ ശക്തിയുമായി ബന്ധമുള്ളതാണെന്നുമാണ് DGPക്ക് ആദ്യം കൊടുക്കുന്ന മൊഴി. ആര്? ഈ ADGP കൊടുക്കുന്ന മൊഴി. ADGPയുടെ മൊഴി എന്താണോ അത് ആവർത്തിക്കുകയാണ് കേരളത്തിൻ്റെ ഭരണത്തലവനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ. അദ്ദേഹം സമ്പൂർണ്ണാർത്ഥത്തിൽ കേരളത്തെയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ വിശ്വസിച്ച് നിൽക്കുന്ന നിഷ്കളങ്കരായ മനുഷ്യരെയും നിരാശപ്പെടുത്തുകയാണ് എന്നത് നിസ്തർക്കമായി പറയാൻ കഴിയുന്ന കാര്യം. എന്താ ചെയ്യാൻ പറ്റുക എനിക്കറിയില്ല. പക്ഷേ ഇത് ആവർത്തിച്ച് വന്നുകൊണ്ടേയിരിക്കുന്ന കാര്യം. പിണറായി വിജയൻ കൂടി സംഘത്തിൻ്റെ കൂടെ ചേരുന്നു എന്നതാണ് നമ്മൾ കാണുന്ന യാഥാർത്ഥ്യം. അത്രേ ഉള്ളൂ.